ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിങ്ങനെ എൻ്റെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ചൂലുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങി ഗേറ്റ് വരെയുള്ള കുറച്ച് അവിടെയൊക്കെ തൂത്ത് വരാൻ വേണ്ടി അടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഒരു പ്രശ്നം. ഓക്കെ, ഇത് മുറ്റമൊക്കെ അടിക്കുമ്പോൾ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന എന്താ പറയുക പുല്ലിൻ്റെ ചൂല് കൊണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈർക്കിലിയാണ് ഈർക്കിലി. ഓക്കെ, തെങ്ങിൻ്റെ ഓല കൊണ്ട് ഉണ്ടാക്കുന്ന ഈർക്കിലി ചൂലാണ്. അത് സൂപ്പറായിട്ട് അടിക്കാൻ പറ്റും. പക്ഷേ അവളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് കെട്ടിക്കഴിഞ്ഞാൽ കണ്ട കുത്തിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ ഊരിപ്പോയിക്കൊണ്ടിരിക്കുക അതിനകത്ത് നിന്ന്. ഓക്കെ, അത് കെട്ടിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കയറുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഇത് അടിച്ചു വരുന്നതിനെക്കാട്ടും കൂടുതൽ സമയം ഇത് നിലത്ത് കുത്താനും അതിനു വേണ്ടി സ്വലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നതാണ്, അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വളരെയേറെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അവിടെ ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് നിന്ന് ഈർക്കിലികൾ പിന്നെ ഇളകി പോകത്തില്ല. ഓക്കെ, അപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ വീട്ടിൽ കാണുന്ന വല്ല പെപ്സിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യുക. നമുക്ക് എത്ര നീളം വേണോ അത്ര വെച്ചിട്ട് നമുക്ക് കൈ പിടിക്കാനാണ് അതിന് വേണ്ടത്. ഈ കൈ പിടിക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഒരു സൈഡ് കട്ട് ചെയ്തു, മറ്റേ സൈഡും കൂടി ഇതിങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, വല്ല കത്രികയൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കട്ടിയുള്ള ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് ടൈറ്റായി നിൽക്കാൻ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, വാട്ടർ ബോട്ടിൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിലാക്കട്ടെ നല്ലത്. നമുക്ക് ഇതുപോലെ വല്ല പെപ്സിയുടെയോ അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ബോട്ടിലാണ് നല്ലത്. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് ശരിക്കും കളയാം. അപ്പോൾ ഇത് നല്ല വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം, ആ ചൂലെടുക്കുക. എന്നിട്ട് ഓക്കെ, ആ ചൂല് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ചൂല് ഇതിനകത്തോട്ട് അത് നമുക്ക് ഏകദേശം ഒരു അതിൻ്റെ വണ്ണം നമുക്ക് ഐഡിയ ഉണ്ടാകണം. ഓക്കെ, അല്ലാതെ വലിയ കുപ്പി എടുത്തിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആകത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് കയറുന്ന രീതിയിലുള്ള നിങ്ങളെ ചൂല് എത്ര വണ്ണമാണുള്ളത് അതിനകത്ത് കുറച്ചുകൂടി വലിപ്പമുള്ളത് എടുക്കുക. എന്നിട്ടൊരു പേപ്പർ ചുരുട്ടി ഇതുപോലെ എടുക്കുക. പേപ്പർ ചുരുട്ടി എടുത്തിട്ട് അതിങ്ങനെ കത്തിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും നന്നായി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരും ഓർക്കത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ. അതെല്ലാവരുടെയും ഒരു ഇതാണ്, എല്ലാവരും മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കുക. ഓക്കെ, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പേപ്പർ കത്തിച്ചിട്ട് കണ്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ ബോട്ടിൽ ഇങ്ങനെ ചൂലിങ്ങനെ കറക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ബോട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നന്നായിട്ട് നല്ല ശരിക്കും ചൂട് പിടിക്കുമ്പോൾ അത് കണ്ടോ ചുരുങ്ങി അത് ടൈറ്റാവാൻ തുടങ്ങും. അത് ചുരുങ്ങി നന്നായി ടൈറ്റായി കൊണ്ടിരിക്കുകയാണത്. ടൈറ്റാവുന്നതിനനുസരിച്ച് നമ്മളെ ചൂലിനെയും അതിങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇനി കയറ് കെട്ടേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അത്രക്കും നന്നായിട്ട് ഇത് ചെയ്യും. ഇത് ചൂലിൻ്റെ ഈ ഓലയുടെ ഏറ്റവും മുന്നിലത്തെ ഭാഗം കട്ട് ചെയ്തതാണ്. വെറും ഈർക്കിലി ചൂല് മാത്രമാണെങ്കിൽ വളരെ നന്നായിട്ട് ഇത് നമുക്ക് വരും. കണ്ടോ ടൈറ്റായില്ലേ അത് ഇപ്പോൾ ടൈറ്റായി. അതിൻ്റെ ബാക്ക് ഭാഗം ലാസ്റ്റ് ഭാഗം കണ്ടോ കുറച്ച് തടി വെച്ചിട്ട്. അപ്പോൾ ആ തടിയുള്ളത് കൊണ്ട് എന്താണ് ഇത് നമ്മൾ എത്ര ഇങ്ങോട്ട് വലിച്ചാലും ഇത് ഇളകി പോകത്തില്ല, ഊരി പോകത്തില്ല. അപ്പോൾ നന്നായി ടൈറ്റായി കണ്ടോ. ഇതുപോലെ ഉരുകി പോകാതിരിക്കണം. നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ ഇത് ഉരുകി പോകരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് എല്ലാവർക്കും അറിയാം ആ ബോട്ടിലാണ്, അത് ചുരുങ്ങുക ചെയ്യുക. അത് ചുരുങ്ങുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി നമ്മളെ ചൂലിനെ അത് ടൈറ്റ് ചെയ്യും. ചൂലിനെ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചൂല് ടൈറ്റായി മാറും. ഓക്കെ, ഇതാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ചൂലുകൊണ്ട് അടിക്കുമ്പോൾ ചൂലിൻ്റെ ഈർക്കിലി ഊർന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതെടുത്ത് കുത്തിക്കൊണ്ടേയിരിക്കുക. അതിനാണ് ഇനി ഒരു പേപ്പർ വെച്ചിട്ട് അത് നന്നായിട്ട് തുടച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. നല്ല ചൂടുണ്ടാവുമല്ലോ, വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ടൈറ്റാവും. ഓക്കെ, ഇതുപോലെ നല്ല രീതിയിൽ തുടച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇനി വലിച്ചാൽ ഇങ്ങോട്ട് പുറത്ത് പോകത്തില്ല. ഓക്കെ, അതിനൊന്ന് ചൂട് തണുക്കാൻ വേണ്ടി വെക്കണം. ഓക്കെ, ഇനി ആ കെട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഓക്കെ, അത് മുന്നോട്ടും പിന്നോട്ടും ഊർന്നു പോകുന്നുള്ള ഒരു ചിന്തയേ വേണ്ട. ഇതുപോലെ തുടച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും നന്നായി വീടുകളിൽ ചിലപ്പോൾ അറിയുന്നവരുണ്ടാവും. എന്നാലും ഞാനിത് എൻ്റെ ഒരു ഐഡിയ ഞാനിതിവിടെ നിങ്ങൾക്ക് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് തൂക്കാൻ പറ്റും. ഓക്കെ, നല്ല സൂപ്പറായിട്ട് എല്ലാവരും വീടുകളിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വലിച്ചാലൊന്നും പുറത്തോട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാവരും വീട്ടിൽ ചെയ്യുക. എന്നിട്ട് അടിച്ചു വരാൻ വേണ്ടി
നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, വലിയ പണിയൊന്നുമില്ല ഇതിനകത്ത്. ഓക്കെ, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കെട്ടൊക്കെ അഴിച്ച് കളയാം നമ്മൾ, ആവശ്യമില്ല, കെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിനകത്ത് കുറച്ച് ഹാപ്പിനെസ് ഡാൻസ് അങ്ങനെയുള്ളതൊക്കെ എന്നാൽ കഴിയുന്ന ഞാൻ ചെയ്യാറുണ്ട്. ഇതാ ഞാനത് വൈഫിന് ഹാൻഡ് ഓവർ ചെയ്തു. വേണമെങ്കിൽ നമുക്ക് അടിച്ചു വരുന്നതിന് ഒരു പ്രശ്നമില്ല. നമുക്ക് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് സാധാരണയാണ്. ഞാൻ മുറ്റവും ബാക്കിലും മുന്നിലും സൈഡിലൊക്കെ അടിക്കാറുണ്ട്. ഫ്രണ്ടിൽ അടിക്കുമ്പോൾ ആരെങ്കിലും വിചാരിക്കേണ്ടതെന്ന് വെച്ചാണ്, അല്ല